അതിനൊത്താശ ചെയ്ത ദേവസ്വം ബോർഡ് അതിൻ്റെ വിശ്വാസത്തെ, വിശ്വാസികളുടെ സ്വാതന്ത്ര്യത്തെ സംരക്ഷിക്കാൻ ചുമതലപ്പെട്ടിട്ടുള്ള, ബാധ്യതപ്പെട്ടിട്ടുള്ള ദേവസ്വം ബോർഡും അതിൻ്റെ മന്ത്രിയും കൂടി ഒത്തുകളിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ഏജന്റിനെ കൊണ്ട് ചെയ്യിപ്പിച്ച കാപട്യം ശബരിമലയെ മലീമസമാക്കി. അവിടുത്തെ പ്ലാസ്റ്റിക് അല്ല അതിനെ മലീമസമാക്കുന്നത്, തുണിസഞ്ചികളും ഉടുപ്പുകളും പമ്പയാറിൽ കൂടി ഒഴുകുന്നതുമല്ല അതിനെ മലീമസമാക്കുന്നത്. ദുഷ്ട മനസ്സോടുകൂടിയ ഉണ്ണികൃഷ്ണൻ പോറ്റി മുതൽ മുകളിലോട്ട് ദേവസ്വം മന്ത്രിമാരുള്ളവരുടെ മലിനമായ മനസ്സുകളാണ് അതിനെ ഏറ്റവും മലീമസമാക്കി തീർക്കുന്നത്. എന്താ സംശയം? സംശയം വല്ലതും ഉണ്ടോ അതിൽ? കാരണം നിങ്ങളെടുത്ത സ്വർണത്തിൻ്റെ അളവല്ല ഇവിടെ പ്രശ്നം. അത് എടുക്കാൻ കാണിച്ച ആ മനസ്സ്, മലിനമായ മനസ്സ്, പാപം കലർന്ന മണത്ത്. വിശുദ്ധിയുടെ ശ്രീകോവിലിൽ പാപത്തിൻ്റെ, പാപചിന്തയുടെ വിഷബീജങ്ങൾ ഉണ്ടാക്കിയ ആ മനസ്സ്, അതാണ് അവിടുത്തെ മനോവിശ്വാസം. എന്തുകൊണ്ട് ശബരിമല ശുദ്ധമാകുന്നുവെന്ന് ഭക്തർ വിശ്വസിക്കുന്നു? അവിടെ ശുദ്ധ മനസ്സോടുകൂടി, ശുദ്ധ ശരീരത്തോടു കൂടി, അതായത് മനസ്സും വപുസും ശുദ്ധമാക്കിക്കൊണ്ട് നടത്തുന്ന മന്ത്ര ഉച്ചാരണങ്ങൾ ഉണ്ടാക്കുന്ന ഊർജമാണ് ഇവിടെ പ്രസരിക്കേണ്ടത്. ദുഷ്ട മനസ്സോടുകൂടി ഇങ്ങനെ നടത്തുന്ന മന്ത്രങ്ങൾ എന്ന് പറയുന്നത് ശുദ്ധ ശൂന്യങ്ങളാണ്. അതൊരു റിസൾട്ടും ഉണ്ടാക്കുകയില്ല, ഊർജവും ഉണ്ടാക്കത്തില്ല. ഇനി ഒരു കാര്യം കൂടെ ഞാൻ പറയും. ആ പരിഗ്രഹം കേട്ടിട്ടുണ്ട്.